എന്തിനാണോ അത്? അമ്മമ്മ ഇവിടെ ടെൻഷൻ കൊണ്ട് വന്നു. പെൻഷൻ കൊണ്ട് ആള് വന്നു. ആ കൊച്ചെങ്കിൽ അവിടെ കണ്ട് നിൽക്കാൻ പറയും. ഞാൻ രാവിലെ ഒരു ആവശ്യത്തിന് ഇവിടെ ഇറങ്ങിയതാ. എന്നെ ഇങ്ങനെ പോകുമ്പോ പറഞ്ഞു എന്നെ വിളിക്കരുത്. ഞാൻ ഓരോ കാര്യം എന്നോട് പറഞ്ഞപ്പോ എന്റെ അമ്മമ്മ ഇവിടെ ആള് വന്നിരിക്കുന്നു. ആ കുറച്ച് കഴിഞ്ഞേ വരുന്നുള്ളൂ. ഇച്ചിരി താമസം. അത്ര അങ്ങോട്ട് പറ്റത്തില്ലല്ലോ. ഇല്ല നമ്മളൊരു കാര്യത്തിനാണെങ്കിൽ കഴിഞ്ഞ് രാവിലെ ആണെങ്കിൽ ഞാൻ അക്ഷയ പോണം. പല പല കാര്യങ്ങളുണ്ട്. അതിന് ഞാൻ ഇറങ്ങിയതാണ്. എന്നാൽ ഇവൻ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഇവന്റെ ഒരു വെള്ളുമ്പുള്ളി ഉണ്ട്. ഉഷ ഒരു കാര്യം വീട്ടിൽ ചെയ്യത്തില്ല. ചിരിക്കാൻ പറഞ്ഞല്ലോ ഉള്ള കാര്യം ഇവത്തെ കുറിച്ച് ഞാൻ പറയാം. എവള് ഞാൻ കുറ്റം പറയുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ അങ്ങനെ ഒരാളെയും കുറ്റം ഞാൻ പറയത്തില്ല. എനിക്കത് ഇഷ്ടമല്ല. എവള് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നരസിംഹ സിനിമ ആരുടെ? മോഹൻലാലിന്റെ ആണേ. ഇവള് മമ്മൂട്ടിയുമായിട്ട് ചെറിയ ഒരു അടുപ്പത്തില്ല. ഉഷയുടെ കാര്യം എൻ്റെ കൊച്ചു മരുമകളുടെ കാര്യമാണ്. ഞങ്ങള് നരസിംഹ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പം സിനിമ ഇടയ്ക്ക് വെച്ച് മമ്മൂട്ടി കയറി വന്നു. ഇവള് വിളിച്ച് വരുത്തിയായിരിക്കും. അത് വിളിച്ച് വരുത്താതെ അവൻ കയറി വരത്തില്ലെന്ന് എനിക്കറിയാം. ഇവൾ അതുപോലെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ആരുടെയും കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഉള്ള കാര്യം ഞാൻ ഇരുപത്തിയാണ് സത്യമാണ്. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നില്ലേ ചുമന്ന ഷാൾ ഇട്ടോണ്ട് ഞാൻ കണ്ടതാണ്. അവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്ക് പെൻഷൻ വന്നെങ്കിൽ എൻ്റെ പെൻഷൻ തൊട്ട് അവരെ കഴിഞ്ഞാൽ പെട്ടു. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഒരാഴ്ച പൊടിയും വച്ചാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ പൊടിയും വെച്ചാണ് ഇതുപോലെ ഒരു താടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തലയിലേ ചെറുതായിട്ട് മുടിയല്ലാതെ ഇങ്ങനെ പൊടിയും വെച്ചാണ് ഇതേ രൂപമാണ്. നമ്പർ ചോദിക്കരുത്. നമ്പർ ഞാൻ തരത്തില്ല. എൻ്റെ ഫോൺ നമ്പർ ഞാൻ തരത്തില്ല. നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രാത്രി എന്നെ വിളിക്കുമ്പോൾ കണ്ടോടെയാകുമ്പോൾ ചിലപ്പോൾ ഞാൻ അറിയാതെ എടുത്ത് ഞാനങ്ങ് സംസാരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്പർ തരത്തില്ല എന്ന് പറയുന്നത്. എൻ്റെ നമ്പർ ചോദിക്കല്ലേ. എൻ്റെ മോളെ ജോർജ് അച്ഛൻ്റെ ഭാര്യയല്ലേ? ജോർജ് അച്ഛൻ എന്തേ? എൻ്റെ ദൈവമേ, ഞാൻ അവിടെ നിന്ന് ഒരു മുതനാടിനെ പോയി നോക്കളെ. കിരീടം സിനിമയെ പറ്റി പറയാം. കിരീടം ആരാണ്ട് എടുത്തോണ്ട് പോയി. ഞാൻ ആടിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ജോർജ് അച്ഛനോട് ഞാൻ പറഞ്ഞായിരുന്നു ആടിൻ്റെ കാര്യം, ഒരു മുട്ടനാടിൻ്റെ കാര്യം. ദൈവത്തെ ഓർത്ത് ഒരു ആടുണ്ടായിരുന്നു. എൻ്റെ കൊച്ചു മരുമോനും ഒരുമോളും കൂടി ആടി ഞങ്ങൾ നിപ്പേ പിടിച്ചങ്ങ് വിറ്റു. 5 പൈസ എനിക്ക് തന്നിട്ടില്ല. ഇനി ഞാനതിട്ട് ചോദിക്കാനും പോകുന്നില്ല. ഞാനങ്ങ് സഹിച്ചു. അവിടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. എനിക്ക് അന്നത്തെ ഒരു വിഷയം കഴിഞ്ഞ പൊടിയും വച്ചാണ്ട് എന്നെ ഫോട്ടോയുടെ വിഷയം കഴിഞ്ഞ് പിന്നെ ആർക്കും പോസ് ചെയ്യാൻ ഞാനിങ്ങനെ പോയിട്ടില്ല. പോസ് ചെയ്യാൻ ഞാൻ നിൽക്കുന്നവളും അല്ല. അതിന് ഞാനാ മിടുക്കി. പൊന്നമ്മയായിരുന്നു എൻ്റെ പൊന്നമ്മേ. നമ്മൾ ആരുടെയും കുറ്റം പറയുമല്ല. സോമൻ്റെ മോള് പോയില്ലേ? ഞാൻ പറഞ്ഞെന്ന് ആരോടും പറയരുത്. ഇനി ഞാൻ പറഞ്ഞു ഇനിയും ഞാൻ ഇനിയും പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കൈ പിടിച്ചിട്ട് വലിക്കാതെ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇനി അത് മതി മനുഷ്യനെ കുറ്റം പറയാൻ. ഞാൻ ആരുടെയും കുറ്റം പറയാൻ പോകത്തില്ല. ഒരു മനുഷ്യരുടെയും. മനെ എന്തോ നമ്പരോ എന്തോക്കളെ? നിനക്ക് എത്ര വയസ്സായിടാ? 11. അമ്മമ്മയുടെ നമ്പർ വേണം നിനക്കില്ലേ? അത് കൊള്ളാമല്ല. 11 വയസ്സ് അല്ല, നമ്പർ വേണം. അയ്യോ, എൻ്റെ സിസി ഇതൊന്ന് നോക്കി. ഈ മാല എത്ര ഉണ്ടോ നോക്കി. എന്നെ ഒന്ന് പിടിച്ച് നോക്കിയാൽ കൊള്ളാം. ഞാൻ ആടിനെ വിറ്റ് വാങ്ങിച്ച അങ്ങനെ ഉണ്ടോ മാല? നല്ല മാലയാണ്. നല്ല മാലയാണ്. നിങ്ങളെ കണ്ടേ? എനിക്കത് അറിഞ്ഞാൽ മതി. കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ. ഈ ഉള്ളവൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ച. എന്നെ എൻ്റെ അച്ഛനും അമ്മ വളർത്തി എങ്ങനെയാണെന്നറിയാമോ? ആരുടെയും നുണയും കൊതിയും പറയാൻ ഞാൻ പോയിട്ടില്ല. അജിയുടെ മോൻ ഒരു കൊച്ചിനെ പിടിച്ചോണ്ടോന്നില്ലേ? ഞാൻ അറിഞ്ഞു. അയ്യോ, ഞാൻ അതിൻ്റെ കാര്യം മറന്നുപോയി. മാലയുടെ കാര്യം മറന്നുപോയി. കണ്ടോ? ഈ മാല കണ്ടേ? ഇത് കൊടുത്തപ്പോൾ ഇതിൻ്റെ അകത്തൊരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. എങ്ങനെയുണ്ട് കളി? നമ്മൾ ഈ വന്ന കാലത്ത് ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പോകില്ല. ഇതങ്ങോട്ട് കൊടുത്തേ ഉള്ളൂ. ഇത് തന്നപ്പോഴേ ഞാൻ ദേഷ്യമൊന്നും തോന്നരുത്. കറിയിക്കാനും ചോദിക്കുമല്ല. ഇത് തന്നപ്പോൾ ഇതിൻ്റെ അകത്തൊരു ലോക്കറ്റ് ഉണ്ടായിരുന്നോ? ഈ കുരിശും കൂടി അവിടെ ഇതിൻ്റെ മുന്നിൽ നിന്നോണ്ടാ പറഞ്ഞ. നേർച്ചയൊന്നും പറയത്തില്ല. നീ തന്നെയില്ല. അതില്ലായിരുന്നു. പോട്ടെ. ഞാൻ അടുത്ത ആടിനെ പിടിച്ച് വിറ്റോളാം. പിന്നെ മണിയമ്മ എന്നോട് കാര്യം പറഞ്ഞായിരുന്നു. അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആരുടെയും കുറ്റം പറയാൻ വന്നതില്ല. ഉള്ളതെന്തുവാന്ന് വെച്ചാൽ എന്നോട് ചെവിയിൽ അങ്ങ് പറഞ്ഞോ. ഉള്ളതെന്നോ? അങ്ങനെ ഇരുന്നോട്ടെ. വേറെ ആരോടും പറയണ്ട. മോളെ സോഷ്യൽ മീഡിയയിൽ ഇത് കവർ ചെയ്യരുത്. എനിക്ക് ജീവിച്ചു പോകണം.
കാരണം എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. എൻ്റെ ഈ പ്രായത്തിൻ്റെ ഇടയ്ക്ക് തിരുവനന്തപുരം മേലോട്ട് അങ്ങ് എടുത്താലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഫോട്ടോ നീ സോഷ്യൽ മീഡിയക്കകത്ത് വിടരുത്. എനിക്കത് ഭയങ്കര മോനെ എൻ്റെ കാലെ പിടിച്ചിട്ട് വലിക്കാതെ എനിക്ക് അത് നാണം വരുന്നു. എന്തോ പേരെന്തോന്നാ പറഞ്ഞു? അയ്യോ ബാബു ബാബു. ആ ഇരുട്ടത്തിരിക്കോ കസേരയുടെ മുന്നിൽ. ഞാൻ അങ്ങോട്ട് എൻ്റെ കാലിൽ തീ പിടുത്തോ. പിന്നെ എന്തുവാ ബാബു? ബാബു അത് ഏതാ ബാബു? അത് നോട്ട് ചെയ്യണം പറ്റോ? എനിക്ക് എത്ര വയസ്സുണ്ടാകുന്ന അറിയാമോ? എനിക്ക് എൻ്റെ കാലിനിട്ട് ഈ ചുരണ്ടായിട്ട് കൊള്ളാമല്ലോ അത്. എടാ ഞാൻ ഈ 17 വയസ്സുള്ള ഞാനിപ്പോൾ ഇതുവഴി പോയെങ്കിൽ അപ്പം ഞാൻ എന്തു ചെയ്യണം? ഞാൻ എങ്ങനെ നടക്കണം? ഞാൻ എന്നാൽ ഇങ്ങനെ പോകുന്നില്ല. ഞാനൊക്കെ തിരിച്ചു പോവാം. അതും പറ്റത്തില്ല. എന്ത് നോക്കണേ? പെൻഷൻ അതായിപ്പോൾ എൻ്റെ ടെൻഷൻ. അത് ഞാനങ്ങോട്ട് ചെന്നിട്ട് ഞാൻ പറയാം. വന്നച്ചായോ ഞാൻ കണ്ടു ഇന്നലെ പോകുന്ന ടൗണിൽ കൂടെ പാട്ട് എന്ത് രണ്ട് പൊടിയും കച്ചാടൻ 2 അടിപൊളി സെറ്റപ്പ്. അയ്യോ പൊടിയും കച്ചാട്ട കാര്യമൊന്നും പറയണ്ട. അത് അവെന്തോ ഒഴുകിയതിനെ കുറിച്ച് അത് ഓർമ്മിപ്പിക്കും. ഒരു തെറ്റങ്ങ് പറ്റി അതെന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരബദ്ധം. ഇനി ആ ഒരു തെറ്റിലേക്ക് എന്നെ കടത്തരുത്. ഞാനില്ല. ദൈവസത്യം ഞാൻ പറയുക. അവിടെ കിട്ടുമോ? എന്തോ പിന്നെ കൈ വേണം. അത് കൊള്ളാമല്ലോ. അത് കഴിക്കൊന്നും അല്ലെങ്കിൽ മാല കണ്ടോണ്ടാ കൈയിരിക്കുള്ളൂ. അത് ഞാൻ തരത്തുമില്ല. ഒരു കൈ തരാം. 1 2 കൈ തരാം. നിനക്ക് ഞാൻ തരാം. അജിയല്ലോ. നീ എന്നെ കൈ വിടാം. നീ ഇന്നാളെ 500 രൂപ എൻ്റെ നിന്ന് വാങ്ങിച്ചത് നീ എന്താ തരാം? എല്ലാ ആവശ്യത്തിനും പൈസ ഉണ്ടല്ലോ. നീ ആ പൈസ മാത്രം എന്തോ ആക്കി തരാത്തത്? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ആടിനെ വിൽക്കാൻ അതാരാ പറഞ്ഞത്? കണ്ട എൻ്റെ വീട്ടിൽ ആട് നീപ്പില്ലെന്ന്. 3 ആട് ഇനി നിൽപ്പുണ്ടല്ലേ വീട്ടില്? അത്ര മടുക്ക് പറ്റത്തില്ലല്ലോ. അത് അത് അവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ കണ്ടു പറഞ്ഞോളാം ടീച്ചറുടെ കാര്യത്തിൽ. ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ വരുന്നില്ല. അത്ര ഞാൻ വരുന്നില്ല. എടാ നീന്റെ കാര്യം നോക്കാം. എനിക്ക് പല ആവശ്യങ്ങളുണ്ട്. രാവിലെ ഞാൻ എന്റെ ആവശ്യത്തിന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാലേ എന്റെ കാര്യം നടക്കുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു പണിക്കും പോകത്തില്ല. ഇവൻ വീട്ടിൽ കൊത്തിയിരിക്കും. ഞാൻ എന്തോ ചെയ്യണം? നിങ്ങൾ പറ. അവരൊന്നും പറയത്തില്ല. ഞാൻ നല്ല ആട്ടിയാണ് ഓടി വരാൻ എന്റെ കാര്യം വയ്യ. ഇപ്പൊ മറിക്കാൻ വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊക്കെ വന്നാൽ മതി. എന്നോട് എത്ര ദിവസം പറയാം ഈ കല്ലൊന്ന് പറക്കിയിട്ട് മോനെ ഇവിടെ ഈ കല്ല് ഇത്ര 2 വരി കല്ലൊന്ന് പറക്കിയിട്ട് നീ ഒന്ന് കെട്ടാം. അതൊക്കെ അത് ഞാൻ കെട്ടിക്കോളാം. ഇങ്ങോട്ട് കയറി അവർക്ക് സാറ് വേറെ വീട്ടിൽ കയറാം. സാറേ അമ്മ എവിടെ പോയായിരുന്നു? എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല ആവശ്യത്തിന് ഞാൻ പോകുന്ന ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്നാ പോയ കാര്യം രാവിലെ എവിടെ സാറിനോട് വന്ന് എവിടെ തിരക്കിന്നറിയോ? എടാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എനിക്ക് മൊബൈൽ ഫോണോ റീചാർജ് ചെയ്യാൻ ഞാൻ കടയിൽ പോയതാണ്. കടയിൽ കൊണ്ടു കൊടുത്തോണ്ട് അവൻ പറഞ്ഞത് 2 GB ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അതെടുത്ത് കള. എൻ്റെ ചെവിയിലും വായിലും ഒക്കെ കയറി. എനിക്ക് വയ്യ. GB അല്ല 2 GB. അതെന്ത് നോക്കുന്ന എനിക്കറിയത്തില്ല. അത് നമുക്ക് കയറി പറഞ്ഞോ. അപ്പൊ പിന്നെ ഇനി മെനക്കെട്ടിരുന്ന മെസ്സേജ് അയക്കാം. എന്ത് ആര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാ നീ എന്നെ വിളിക്കാം? ഞാൻ എനിക്ക് വേറെ പണിയുണ്ടെന്ന് ഇവിടെ. സാറേ എളുപ്പം പറഞ്ഞേ. അത് അമ്മ വേണ്ട അറിയാമോ? ഞാൻ എത്ര വീട്ടിൽ കയറിയിട്ട് വരുവാ? എന്തുവാ കാര്യം? ഞാൻ പെൻഷൻ കൊണ്ട് വന്നേ അമ്മയ്ക്ക്. എന്തോ ടെൻഷനാണ് നിനക്ക്? ടെൻഷൻ അല്ല അമ്മയ്ക്ക് പെൻഷൻ വേണ്ടേ? എനിക്ക് വേണം. ഞാൻ പേര് പറയാം. കറക്റ്റാന്ന് പറയണേ. ഭാനുമതി. ഭാനുമതി അമ്മ. ഭാനുമതി അമ്മയെന്ന് പറഞ്ഞാൽ പെൻഷൻ ഇല്ല. ഭാനുമതിക്കാണ് പെൻഷൻ. ആരാണ് അങ്ങനെ പറഞ്ഞു? ഭാനുമതി അമ്മയ്ക്ക് പെൻഷൻ ഇല്ലെന്ന്. ഭാനുമതി അമ്മയെന്ന് അതൊരു കാര്യം ചെയ്യും. അമ്മയൊന്ന് വെട്ടിയേ. ഞാൻ കൊട്ടേഷൻ ടീമല്ല. ഞാൻ പെൻഷൻ കൂടെ ഒന്ന് പുറത്തുപോകാനാ. എന്നെ വെട്ടുന്ന കാര്യമല്ല പറഞ്ഞത്. ഞാൻ എഴുതിയേക്കുന്ന അമ്മയെന്നുള്ള നമ്മളൊക്കെ വെട്ടിയാൽ പാറക്കൂട്ടത്തിൽ പാറക്കൂട്ടത് ആ പാറയെല്ലാം പൊട്ടിച്ച ഈ പുരയിടത്തിൽ ഞാൻ ഈ വീട്ടിൽ വെച്ചേക്കുന്നു. വീട്ടുപേരാ പാറക്കൂട്ടത്തിൽ കിഴക്കേതിൽ പടിഞ്ഞാറ്റേ പുത്താൻ വീട്. അത് ഓക്കെ. വയസ്സ് 28. 28 വർഷമായിട്ട് ഞാൻ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുവാണ്. പോസ്റ്റ് ഫോണിൽ കണ്ടേ പൊടിയും കൊച്ചാടണം ഞാനും നനകല്ലിരുന്ന് ഒരു ഫോട്ടോ എടുത്ത് അന്ന് പോസ്റ്റ് ചെയ്തല്ലാതെ പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു പോസ്റ്റ് ഞാൻ ചെയ്തിട്ടില്ല. ദൈവസത്യം ഞാൻ പറയും.
പൊന്നമ്മേ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസോ? പോസ്റ്റ് ഓഫീസ് കീഴ്വാൽപ്പൂര് അവിടെ പോസ്റ്റ്. ഓ ആ പിൻകോഡ് പറ. പിൻകോഡ് 8606356682. അത് ഫോൺ നമ്പർ. അത് പൊടിയൊക്കെ ഫോൺ നമ്പരാ. അതിന്റെ അതൊരു 3-4 കുറച്ച പിൻകോഡായി. എന്റെ ഒപ്പിട് ഒപ്പിട്. ഒപ്പം കിട്ടുമോ? ഞാനങ്ങ് പോട്ടെ. ബാക്കിയെല്ലാം ഞാൻ ഒപ്പം അതേണ്ട ഇത്ര എവിടെ ഷൂ. ഓക്കെ പൈസ ഞാൻ കൊച്ചുമാരുടെ കൊടുത്തിട്ടുണ്ട്. എന്തിനാ കൊച്ചുമാൻ്റെ കൊടുത്തത്? പിന്നെ എന്റെ അവിടെയാണ് എന്റെ പെൻഷൻ വാങ്ങിക്കുന്നത്. അല്ല അങ്ങോട്ട് കളയുന്നു പറഞ്ഞോണ്ട് പുള്ളിക്കാർ നേരത്തെ ഞാൻ മേടിക്കും. എനിക്ക് ആവശ്യമില്ല വീട്ടിൽ. എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ മേടിക്കും. എടാ പെൻഷനെ തരാനേ പറഞ്ഞു. തരത്തില്ല തരത്തില്ല തരത്തില്ല. ആരും വാശി പിടിക്കണ്ട. ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയും. ഇവിടെ നാട്ടുകാരൊക്കെ ഇരുന്ന് കേട്ടോ. എന്തോ പറഞ്ഞാലും തരത്തില്ല. തരത്തില്ലേ? ഞാൻ കാര്യം ചോദിക്കട്ടെ. പോശുമോനെ, മോനല്ല മാനെ. പോശുമോനെ, ഈ കൊച്ചുമക്കളുടെ കാലോ കയ്യോ തല്ലി ഓടിച്ചു കഴിഞ്ഞാൽ ആ വകയിലങ്ങനെ പെൻഷൻ കിട്ടുമോ? എനിക്ക് അങ്ങനെ പൈസ ഇല്ല. അമ്മ